ഹലോ മക്കളെ, ഏത് പരീക്ഷയ്ക്കും നമുക്ക് തെറ്റാതെ മറന്നുപോകാതെ ചോദ്യ പേപ്പർ ഇടുന്ന ആൾക്കാർ തരുന്ന ഒരു ചോദ്യമാണ് ആസ്വാദനക്കുറിപ്പ്. അല്ലെ, കവിതയ്ക്കല്ലേ ആസ്വാദനക്കുറിപ്പ് എഴുതാറ്? അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കത്തിലൊന്ന് നോക്കാം കേട്ടോ. കവിതയുടെ പേര്, കവിയുടെ പേര്. ഒരു കവിത തന്നിട്ടുണ്ടെങ്കിൽ ആ കവിതയ്ക്ക് ഒരു പേരുണ്ടാവും, അത് ആരാണ് എഴുതിയതെന്ന് ഉണ്ടാവും. അല്ലെ, അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങിയാൽ മതി, എന്ന ആളുടെ ഈ കവിത എന്ന് കേട്ടോ. പിന്നെ കവിതയുടെ ആശയം നമ്മൾ എന്ത് ചെയ്യണം, ചുരുക്കി വിവരിക്കണം. അതുപോലെ കഥാപാത്രങ്ങൾ, കവിതയിലും മാത്രമല്ല കഥാപാത്രങ്ങൾ കവിതയിലുണ്ട്. എന്തിനെ പറ്റിയാണ് കവിത എന്നാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. പിന്നീട് നിങ്ങൾ എഴുതേണ്ടത്, ആ കവിത വായിച്ചപ്പോൾ ചിലപ്പോൾ നല്ല താളഭംഗി ഉണ്ടാവും, ചിലപ്പോൾ നല്ല ശബ്ദ ഭംഗി ഉണ്ടാവും. ശബ്ദഭംഗി എന്ന് പറഞ്ഞാല് അക്ഷരങ്ങളോ വാക്കുകളോ ഒക്കെ ആവർത്തിക്കുന്നതാണ്. ചിലപ്പോൾ നല്ല പ്രയോഗ ഭംഗി ഉണ്ടാവും. അപ്പൊ ആ ശബ്ദഭംഗിയും താളഭംഗിയും പ്രയോഗ ഭംഗിയും ഒക്കെ നിങ്ങളെ ആകർഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതണം. പിന്നെ നിങ്ങൾക്ക് ആ ഒരു കവിത വായിച്ചപ്പോൾ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അല്ലെ, ഇതുപോലെ വേറൊരു കവിത ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് എഴുതാം. അതുപോലെ കവിതയിലെ ഇഷ്ടപ്പെട്ട വരിയും അതിന്റെ കാരണം കൂടി എഴുതിയാൽ നല്ല പെർഫെക്റ്റ് ആസ്വാദനക്കുറിപ്പായി നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടുകയും ചെയ്യും.